എല്ലാവർക്കും ശ്രീസ് ഫുഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് പഠിക്കാൻ പോകുന്നത്. അച്ചാറൊക്കെ ഇഷ്ടമല്ലേ എല്ലാവർക്കും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല നാരങ്ങ കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒന്ന് കഴുകി വൃത്തിയായിട്ട് തുടയ്ക്കാം. വെള്ളമയം കാണരുത്, ആ രീതിയിൽ വൃത്തിയായിട്ട് ഓരോ നാരങ്ങയും തുടയ്ക്കണം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ അത്രയും മതി. കുറച്ച് എണ്ണ ഒഴിച്ച് ആ ചട്ടിയിൽ മുഴുവനും എണ്ണയൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഏകദേശം 25 നാരങ്ങയ്ക്ക് അടുത്ത് എടുത്തിട്ടുണ്ട്. 25 എണ്ണം ഇല്ല. അപ്പോൾ ഈ നാരങ്ങയൊക്കെ ഈ എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കാം. നാരങ്ങ പൊട്ടുന്നിടം വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അധികം തീ വേണ്ട. ഒരു 5-6 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മുടെ നാരങ്ങ തൊലിയൊക്കെ ഒന്ന് മായമായി കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നാരങ്ങയുടെ അഴുക്കും പോയി കിട്ടും. ഇപ്പോൾ ഇത് പരുവമായിട്ടുണ്ട്. ഞാൻ ഓരോ നാരങ്ങയും എടുത്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ആ ചട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നാരങ്ങയൊക്കെ തണുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഒന്നുകൂടെ തുടച്ച് ഇനിയിപ്പോൾ ഇത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ അരിഞ്ഞെടുക്കാം. ചിലർ നാരങ്ങ മുഴുവനായിട്ട് തന്നെ പൊട്ടിച്ചിട്ടിടാറുണ്ട്. ചിലർ 4ആയിട്ടോ 2ആയിട്ടോ ഒക്കെ മുറിക്കുന്നവരുണ്ട്. അത് ഓരോരുടെ ഇഷ്ടം. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രം നിറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ ചട്ടി തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 250 ഗ്രാം എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു കഷ്ണം കായം വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പൊടിയല്ല, കട്ടക്കായം എടുത്തിരിക്കുന്നത്. അതിൽ നീ കാണുന്ന അത്രയും എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വറക്കണം. കായം വറക്കുമ്പോഴത്തേനും വലിയതായിട്ട് വരും. എന്നിട്ടിത് പൊടിച്ച് ചേർക്കും. അപ്പോൾ ഈ കായം മൂത്ത് വന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും നാരങ്ങയുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇടണമെങ്കിൽ ഇതിലും കൂടുതലിടാം. ഞാനിപ്പോൾ ഇത് ഒരു കൊച്ചു പാത്രം നിറച്ച്, അതായത് ഒരു 5-6 വെളുത്തുള്ളി മൊത്തം എടുത്തിട്ടുണ്ട്. അത്രയും പൊളിച്ചെടുക്കാം. ചില വെളുത്തുള്ളി വലുതുമായിരിക്കും. ഇനിയിപ്പോൾ അതൊന്ന് മൂത്തപ്പോഴത്തേക്കും നമുക്കതിലേക്ക്
മുളക് പൊടി ചേർക്കാം. 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനൊപ്പം പാകത്തിനുള്ള ഉപ്പും ചേർക്കണം. എന്നിട്ട് ഇവ നമുക്ക് നല്ല രീതിയിൽ യോജിപ്പിക്കാം. മസാലകൾ ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ചേർക്കാം. എല്ലാം വൃത്തിയായി യോജിപ്പിക്കണം. നാരങ്ങയിലെല്ലാം ഈ മസാലകൾ പിടിക്കണം. ആ രീതിയിൽ വൃത്തിയായിട്ട് സാവകാശം യോജിപ്പിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി വറുത്ത ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. പച്ചപ്പൊടിയായിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ചേർക്കണമായിരുന്നു. ഇതിപ്പോൾ വറുത്ത പൊടിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. അത് പ്രത്യേകിച്ച് മൂത്ത് കിട്ടേണ്ട ആവശ്യമില്ല. അതും നമുക്ക് നാരങ്ങയോടൊപ്പം വൃത്തിയായിട്ട് യോജിപ്പിക്കാം. ഇനിയിപ്പോൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന കായം അത് നല്ല രീതിയിൽ ഒന്ന് പൊടിക്കാം. പൊടിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് ബോട്ടിലിലോട്ട് മാറ്റാം. ബോട്ടിലിലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നവർ ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ എണ്ണ ഇനിയും വേണം എന്നുള്ളവർ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതിനോടൊപ്പം ചേർത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ എണ്ണ ഇത്രയും മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ അധികമായിട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ അച്ചാർ നല്ലൊരു കുപ്പിയിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി കഴിവതും ഒഴിവാക്കുക. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നാരങ്ങയുടെ തോട് സഹിതം വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും നന്ദി.